എല്ലാവർക്കും നമസ്കാരം. പോർട്സ് ഫിഗറിൻ്റെ ഒരു പുതിയ ലാബാണ് നമ്മളിന്ന് ചെയ്ത് നോക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ അതിൻ്റെ ലാബിൻ്റെ നെയിമാണ് യൂസർ ഐ ഡി കൺട്രോൾ ബൈ റിക്വസ്റ്റ് പാരാമീറ്റർ വിത്ത് അൺപ്രഡിക്റ്റബിൾ യൂസർ ഐ ഡിസ്. അപ്പോൾ ഇതിൽ ഇങ്ങനെ ഒരു ലാബിൽ അവർ തന്നിരിക്കുന്നത് ഒരു ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷൻ വൾനറബിലിറ്റി ഓൺ യൂസർ അക്കൗണ്ട് പേജ്. യൂസർ അക്കൗണ്ട് പേജിൽ ഒരു പ്രിവിലേജ് എസ്കലേഷൻ വൾനറബിലിറ്റി ഉണ്ട്. പ്രിവിലേജ് എസ്കലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു സിസ്റ്റത്തിലേക്ക് പെർമിഷൻ ഇല്ലാത്തതിന് ആക്സസ് കിട്ടുന്നതിനെയാണ് പ്രിവിലേജ് എസ്കലേഷൻ എന്ന് പറയുന്നത്. രണ്ട് ടൈപ്പിലുള്ള പ്രിവിലേജ് എസ്കലേഷൻസിലാണ് ഉള്ളത്, ഹൊറിസോണ്ടൽ ആൻഡ് വെർട്ടിക്കൽ. ഹൊറിസോണ്ടൽ എന്ന് പറയുന്നത് ഒരു കമ്പനിയിൽ തന്നെ വർക്ക് ചെയ്യുന്ന സെയിം ലെവലിൽ വർക്ക് ചെയ്യുന്ന രണ്ട് എംപ്ലോയീസിൽ ഒരാൾക്ക് മറ്റൊരാളുടെ ആക്സസ് പെർമിഷൻ ഇല്ലാതെ തന്നെ കയറാൻ പറ്റുന്നതാണ് ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷൻ എന്ന് പറയുന്നത്. വെർട്ടിക്കൽ പ്രിവിലേജ് എസ്കലേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഒരു ബാങ്ക് വെബ്സൈറ്റിലേക്ക് ഒരു ക്ലയൻറ്റ് കയറാണെന്നുണ്ടെങ്കിൽ അഡ്മിൻ്റെ ആക്സസും കൂടി കിട്ടുകയാണെങ്കിൽ, അതായത് ഹയർ ലെവൽ ആക്സസ് കിട്ടുന്നതാണ് വെർട്ടിക്കൽ പ്രിവിലേജ് എസ്കലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഈ ലാബ് സോൾവ് ചെയ്യാനായിട്ട് ഒരു സൊല്യൂഷൻ തന്നിട്ടുണ്ട്. അതിനു മുമ്പ് ഇതിൽ ലോഗിൻ ചെയ്യാനായിട്ടുള്ള യൂസർ നെയിം വീനർ, പാസ്വേഡ് പീറ്റർ തന്നിട്ടുണ്ട്. ഈ ലാബ് സോൾവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ആദ്യം തന്നെ കാർലോസിൻ്റെ ഐ ഡി കണ്ടുപിടിക്കണം. എന്നിട്ട് ആ API കീ ആണ് സൊല്യൂഷനായിട്ട് സബ്മിറ്റ് ചെയ്യേണ്ടത്. ആക്സസ് ദ ലാബ് ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ഒരു വിൻഡോ ആണ് ഓപ്പൺ ആയിട്ട് വരുന്നത്. അപ്പോൾ അതിൽ ഹോം ആൻഡ് മൈ അക്കൗണ്ട്, നമുക്ക് API കീ കിട്ടിക്കഴിഞ്ഞാൽ ഇവിടെ സബ്മിറ്റ് സൊല്യൂഷൻ കൊടുത്തു കഴിഞ്ഞാൽ ഇത് ലാബ് സക്സസ്ഫുള്ളി കംപ്ലീറ്റ് ആവും. അപ്പോൾ ഈ മൈ അക്കൗണ്ട് എന്ന പേജിലാണ് ഇതിൽ വൾനറബിലിറ്റി ഉള്ളതായിട്ട് ഈ ലാബ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ബർബ് സ്യൂട്ട് എടുക്കണം. ബർബ് സ്യൂട്ടിൽ പ്രോക്സി ഇങ്ങനെ എടുത്തു കഴിഞ്ഞാൽ ഓപ്പൺ ബ്രൗസർ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു പേജ് ഇങ്ങനെ ഓപ്പൺ ചെയ്യും. ഈ ലാബിൻ്റെ ലിങ്ക് എടുത്തിട്ട് നമ്മൾ ഈ ഓപ്പൺ ബ്രൗസറിൽ കൊടുത്തു കഴിഞ്ഞാൽ ആ സെയിം പേജ്, അതായത് ആ സെർവറിലേക്ക് പോകുന്നതിന് മുമ്പ് ഇതിൻ്റെ ഇൻ്റർസെപ്ഷൻ കംപ്ലീറ്റ് ബർബ് സ്യൂട്ട് ക്യാച്ച് ചെയ്യും. ഇതിലാണ് നമ്മൾ ചെയ്യാനുള്ളത്. മൈ അക്കൗണ്ട് എന്ന് പറയുമ്പോൾ അതിൻ്റെ യൂസർ നെയിം ആൻഡ് പാസ്വേഡ് നമ്മൾ കൊടുക്കണം. അതിൻ്റെ ക്യാപ്ചർ ചെയ്യുന്ന എല്ലാതും ഇവിടെ നമുക്ക് HTTP ഹിസ്റ്ററിയിൽ കാണാം. ഇവിടെ കൊടുക്കാനുള്ളത് വീനർ എന്ന് പറയുന്നതാണ് പാസ്വേഡ്, യൂസർ നെയിം. പാസ്വേഡ് എന്ന് പറയുന്നത് പീറ്റർ. എന്നിട്ട് നമുക്ക് ലോഗിൻ ചെയ്യാം. അപ്പോൾ അതിൻ്റെ കറസ്പോണ്ടിങ് ആയിട്ടുള്ളതെല്ലാം ഇവിടെ സെർവറിനായിട്ട് പോകുന്നതിന് മുമ്പുള്ള എല്ലാ HTTP ഹിസ്റ്ററി നമുക്കിവിടെ കാണാൻ പറ്റും. യൂസർ നെയിം വീനർ ഉണ്ട്. API കീ, അതിൻ്റെ API കീ ആണ് ഇതിൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കിവിടെ ക്ലിക്ക് ചെയ്യാം. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റെസ്പോൺസ് നമുക്ക് കാണാൻ പറ്റും. ഇതിൻ്റെ ഒരു ID കണ്ടു, GUID ആണ് ഇപ്പോൾ ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് ഈ റെഡ് കളറിൽ കൊടുത്തിരിക്കുന്നതാണ് അതിൻ്റെ ഈ വീനർ എന്ന് പറഞ്ഞ ആ ഒരു യൂസറിൻ്റെ ID എന്ന് പറയുന്നത്, GUID. നമുക്കിതിൽ സെർച്ച് ചെയ്താൽ, റെസ്പോൺസിൽ സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും വീനർ എന്നുള്ളത്. വീനറിൻ്റെ API കീ ഇവിടെ നമുക്ക് ഈ റെസ്പോൺസിൽ കിട്ടിയിട്ടുണ്ട്. ആ സെയിം തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ചെയ്ത് നോക്കാനുള്ളത് കാർലോസ് എന്ന് പറഞ്ഞ ഒരു യൂസറിൻ്റെ GUID കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ ഹോം പേജിലോട്ട് പോയി ഈ ബ്ലോഗിൽ നമുക്ക് സെർച്ച് ചെയ്ത് നോക്കാം. ഈ കണ്ടൻസിൽ എവിടെയെങ്കിലും കാർലോസ് എന്ന് പറഞ്ഞ ഒരു യൂസറിൻ്റെ പേരുണ്ട് നോക്കാം. ഇപ്പോൾ ഇതിൽ അഡ്മിനിസ്ട്രേറ്റർ എന്ന് പറഞ്ഞതാണ് ഉള്ളത്. അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓട്ടോമാറ്റിക്കലി അതിനും ഒരു ID ഉണ്ടായിരിക്കും. ഇതാണ് അഡ്മിനിസ്ട്രേറ്ററിൻ്റെ ഒരു ID വരുന്നത്. ഇങ്ങനെ ഈ റെഡ് കളറിലുള്ളതാണ് ഇതിൻ്റെ ID എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പേജിൽ നമുക്ക് കാർലോസ് എന്ന് പറയുന്നത് കിട്ടുന്നില്ല. ബാക്ക് ടു ബ്ലോഗ് കൊടുക്കാം. അടുത്ത പോസ്റ്റ്, വ്യൂ പോസ്റ്റ് കഴിഞ്ഞ് ഇതിൽ ഫെസ്റ്റിവൽസിൽ ക്ലിക്ക് ചെയ്ത് വ്യൂ പോസ്റ്റ് നോക്കുമ്പോൾ ഇവിടെയും അഡ്മിനിസ്ട്രേറ്റർ ആണ്. ബാക്ക് ടു ബ്ലോഗ്. ഇവിടെ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇവിടെ വീനർ എന്നാണ് കാണിക്കുന്നത്. വീനറിൻ്റെ API നമുക്ക് ഓൾറെഡി ഉണ്ട്. നമുക്ക് വേണ്ടത് കാർലോസ് എന്ന് പറഞ്ഞ ഒരു യൂസറിൻ്റെ GUID ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ബ്ലോഗിൻ്റെ ഇഫ് ഐ ക്ലോസ് മൈ ഐസ് യു കാൺ സീ മീ, അപ്പോൾ ഇതിൽ കാർലോസ് എന്ന് പറയുന്നത് നമുക്ക്
കിട്ടിയിട്ടുണ്ട്. ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൻ്റെ GUID ഇവിടെ കാണിക്കും. ഇതിപ്പോൾ ഇതിൻ്റെ എല്ലാം കൺഫ്യൂഷൻ വരാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്താൽ മതി, ഇതിലിപ്പോൾ ഇങ്ങനെ മിക്സ് ആയിട്ടായിരിക്കും കിടക്കുന്നത്. അപ്പോൾ നമുക്കിത് ഒന്ന് ഡിലീറ്റ് സെലക്റ്റഡ് ഐറ്റംസ് കൊടുക്കാം. ഇനി കാർലോസ് നമ്മൾ ബാക്ക് അടിച്ച് നോക്കി ആ കാർലോസിൻ്റെ ഒന്നുകൂടി നമുക്ക് അതിൻ്റെ UID ആണ് നമുക്ക് കിട്ടേണ്ടത്. ഇതിലാണ് കാർലോസ് എന്ന് പറഞ്ഞത് നമ്മൾ കണ്ടത്. ഇനി ഇതിൽ നമുക്ക് കാർലോസ് ക്ലിക്ക് ചെയ്യണം. കാർലോസ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതിലിതാ ബ്ലോക്സ് യൂസർ ID. ഇതിൽ നമുക്ക് ഇതാണ് ഈ ഒരു കാർലോസിൻ്റെ യൂസർ ID ഇപ്പം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് നമ്മൾ കോപ്പി ചെയ്ത് വെക്കണം. കോപ്പി ചെയ്ത് മൈ അക്കൗണ്ട് എന്ന് പറയുന്ന വീനറിൻ്റെ ഭാഗത്ത് നമ്മൾ വീനറിൻ്റെ എന്തായിരുന്നു വന്നത്, മൈ അക്കൗണ്ടിൽ വീനറിൻ്റെ യൂസർ ID വരുന്നത് ഈ റെഡ് കളറിൽ F303 സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അവിടെയാണ് നമ്മൾ ഈ യൂസർ ID, അതായത് ID ചേഞ്ച് ചെയ്തിട്ടാണ് നമ്മൾ വേറൊരു യൂസറിൻ്റെ ആക്സസിലേക്ക് കിട്ടുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഈ ഒരു കമാൻഡ് നമ്മൾ റിപ്പീറ്ററിലേക്ക് കൊടുക്കണം. ദെൻ റിപ്പീറ്റർ ഓപ്പൺ ആക്കിയ ശേഷം നമ്മൾ കോപ്പി ചെയ്തിട്ടുള്ള യൂസർ ID ഉണ്ട്, കാർലോസിൻ്റെ യൂസർ ID. അത് നമ്മൾ ഇവിടെ പേസ്റ്റ് ചെയ്ത ശേഷം സെൻഡ് കൊടുക്കണം. സെൻഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കിവിടെ ചെക്ക് ചെയ്ത് നോക്കാം. കാർലോസ് എന്ന് പറഞ്ഞാൽ കാർലോസ് എന്ന് പറഞ്ഞ യൂസർ നെയിമാണ് ഇപ്പോൾ ഇതിൽ കാണിക്കുന്ന റെസ്പോൺസ്. അതിൻ്റെ API ഇവിടെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ API ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ യൂസർ ID മാറ്റി മാറ്റി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വേറൊരു യൂസറിൻ്റെ ആക്സസ് കിട്ടും. അപ്പോൾ ഇത് കോപ്പി ചെയ്ത് സബ്മിറ്റ് സൊല്യൂഷൻ എന്നുള്ളിടത്ത് ഇതിൻ്റെ API നമ്മൾ പേസ്റ്റ് ചെയ്ത് ഓക്കെ കൊടുക്കാം. കൺഗ്രാജുലേഷൻ, യു സോൾവ് ദ ലാബ്. അപ്പോൾ ഇതിന് നമുക്ക് മനസ്സിലാക്കാനുള്ളത്, ഇപ്പോൾ ഇതിൻ്റെ നെക്സ്റ്റ് ഒരു പേജ് ഇപ്പോൾ കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഹൊറിസോണ്ടൽ ടു വെർട്ടിക്കൽ പ്രിവിലേജ്, ഇപ്പോൾ http://insecurewebsite.com മൈ അക്കൗണ്ട് ID ഈക്വൽ ടു, അപ്പോൾ നമ്മളിവിടെ ID ഈക്വൽ ടു ആണ് ചേഞ്ച് ചെയ്ത് കൊടുത്തത്. അപ്പോൾ ഒരു യൂസറിൻ്റെ അക്കൗണ്ടിൽ ഒരു ID ഉണ്ടായിരിക്കും, അതിൽ ഒരു API കീയും ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ID ചേഞ്ച് ചെയ്ത് നമ്മൾ ഏത് യൂസറിൻ്റെ പേരിലാണോ കയറുന്നത് അതിൻ്റെ ID കണ്ടുപിടിച്ച ശേഷം അത് റിപ്പീറ്ററിൽ ഇട്ട് കൊടുത്ത് സെൻഡ് കൊടുത്താൽ നമുക്ക് അതിൻ്റെ API കീ ഓട്ടോമാറ്റിക്കലി കിട്ടാനായിട്ട് പറ്റും. അപ്പോൾ ഒരു മൈ അക്കൗണ്ട് എന്ന ഒരു പേജിൽ പ്രിവിലേജ് എസ്കലേഷൻ, ഇതുപോലെ ഹൊറിസോണ്ടൽ പ്രിവിലേജ് എസ്കലേഷൻ വൾണറബിലിറ്റി വരുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു വൾണറബിലിറ്റി ആണ്. അപ്പോൾ ഇങ്ങനത്തെ വൾണറബിലിറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് യൂസർ ID വെച്ച് മാറ്റി ചേഞ്ച് ചെയ്ത് കൊടുത്താൽ ആക്സസ് കിട്ടാനായിട്ട് എളുപ്പമാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ലാബ് മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു.